ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് നല്ല കിടുക്കാച്ചി മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ? മാങ്ങാച്ചാർ ഇഷ്ടമില്ലാത്തവർ ആരാലേ ഉള്ളേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാൻ 6 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു 3/4 കിലോളം ഉണ്ടാകും. ഇനി ഇത് നമുക്ക് അരിഞ്ഞെടുക്കണം. അപ്പം ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. തൊലിയോട് കൂടിയാണ് അരിയുന്നത്. മാങ്ങാച്ചാർ എനിക്ക് തൊലിയോട് കൂടി അരിഞ്ഞ് അച്ചാറിടുന്നതാണ് ഇഷ്ടം. അതിനാണ് ടേസ്റ്റ് കൂടുതലും. അങ്ങനെ ഞാൻ ഓരോ പൂളാക്കി മാറ്റി വെച്ചിട്ട് അത് അരിഞ്ഞെടുക്കുവാണ്. ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിയുന്നത്. തീരെ നൈസാക്കുന്നില്ല, അപ്പോൾ പെട്ടെന്ന് അലുത്തു പോകും. അപ്പോൾ കുറച്ച് വലുപ്പത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. നിങ്ങളിങ്ങനെയാണോ മാങ്ങാച്ചാറിടാൻ നേരത്തെ അരിയുന്നത്? വീഡിയോ ഫുള്ളായി കണ്ടു നോക്കിയിട്ട് ഇങ്ങനെയാണോ നിങ്ങളും അച്ചാറിടുന്നതെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും മാങ്ങയാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുവാണ്. മാങ്ങയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇടുന്നുണ്ട്. ഒരു 1.25 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കുവാണ്. ഇത് ഇളക്കി ഒരു 3-4 മണിക്കൂർ വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് ഇച്ചിരി സോഫ്റ്റായി കിട്ടും മാങ്ങ. ഇച്ചിരി ഉപ്പൊക്കെ ചെന്ന് ഇച്ചിരി വെള്ളമയമൊക്കെ ആയി കിട്ടും. ഞാൻ ഒത്തിരി നേരമൊന്നും വെച്ചില്ല, ഒരു അരമണിക്കൂറേ മാറ്റി വെച്ചുള്ളൂ കേട്ടോ. ഇനി വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞത്. അത് നീളത്തിൽ അരിയുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കടുകും ഉലുവയും കൂടി ഒന്ന് വറുത്തെടുക്കണം. ഒത്തിരി വറക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് നമുക്കത് പൊടിച്ചെടുക്കാനുള്ളതാണ്. അച്ചാറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതൊക്കെയാട്ടോ. അങ്ങനെ ഇത് ഞാൻ കടുകും ഇട്ടു, ഉലുവയും ഇട്ടു. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോയാൽ കരിഞ്ഞ ചൊവയായിട്ട് മാറും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പം തന്നെ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് ആറിയിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. അത് നമ്മുടെ ഇടികല്ലുണ്ടല്ലോ, അതിൽ വേണമെങ്കിലും നമുക്ക് പൊടിച്ചെടുക്കാം. അതിൽ പൊടിച്ചാൽ അത്ര നൈസായിട്ട് കിട്ടത്തില്ല. മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്താൽ നല്ല സെറ്റായിട്ട് കിട്ടുവേ. അങ്ങനെയാണ് ഞാൻ പൊടിച്ചെടുത്തത്. ഇനിയിപ്പോൾ ഒരു ചീനച്ചട്ടി സ്റ്റൗവിലേക്ക് വെച്ചു, നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. നല്ലെണ്ണയാണ് അച്ചാറിന് എപ്പോഴും നല്ലത്, കേടാകാതെയും ഇരുന്നോളും. അപ്പോൾ ഞാൻ ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. അത് ചൂടായി വന്നപ്പോഴേക്കും കടുകിട്ട് കൊടുത്തു. പിന്നെ കൂടെ തന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്തു. അത് രണ്ടും പൊട്ടി വന്നപ്പോഴേക്കും അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. ചിലർ പച്ചമുളക് ഇടാറുണ്ട്. ഞാൻ പച്ചമുളക് ഇട്ടില്ല. എനിക്ക് പച്ചമുളക് ഇടുന്നത് അത്ര ഇഷ്ടമല്ല. പച്ചമുളകിൻ്റെ വേറൊരു ടേസ്റ്റ് കയറി വരും. അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇടാറില്ല. ഇനി കറിവേപ്പിലയും കൂടി ഇട്ടു. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറുതായിട്ട് വഴറ്റിയാൽ പോരാ, അത്യാവശ്യം മൂത്ത് കിട്ടണം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതും കരിഞ്ഞു പോകാതെ വളരെ ശ്രദ്ധയോടെ കൂടി നോക്കണം. അങ്ങനെ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും എല്ലാം നല്ല ഫ്രൈ ആയിട്ട് വരണേ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഉള്ളിയല്ല, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണ്. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതിടുവാണെങ്കിൽ നല്ല കളർ കിട്ടും. ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടില്ല, സാധാ മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടു. അച്ചാർ പൊടി ഞാൻ ഇടുന്നില്ല. ഞങ്ങളിവിടെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ അച്ചാർ പൊടി ഇടാറില്ല. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് ഇടാറ്. അങ്ങനെ അത് രണ്ടും കൂടി ഇട്ടു. ഇനി ഇത് നമ്മൾ കരിഞ്ഞു പോകാതെ വളരെ അധികം ശ്രദ്ധിക്കണം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പൊടി ഇച്ചിരി മൂത്ത് വരണം. അങ്ങനെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. വിനാഗിരി ഒഴിച്ചതിന് ശേഷം ചിലർ തിളപ്പിച്ച വെള്ളം ഒഴിക്കാറുണ്ട്. ഞാൻ വെള്ളമൊന്നും ഒഴിക്കാറില്ല, വിനാഗിരി മാത്രമേ ഒഴിക്കാറുള്ളൂ. അപ്പം നമ്മുടെ മാങ്ങയ്ക്കനുസരിച്ചുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ പൊടിച്ചു വെച്ചിരുന്ന കടുകിൻ്റെയും ഉലുവയുടെയും കൂടി പൊടി ഇട്ട് കൊടുത്തു. ഇനി വേണ്ടത് കുറച്ച് കായപ്പൊടിയും കൂടിയാണ്. അപ്പോൾ കായവും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊക്കെ ഇട്ട് കൊടുത്താൽ ഇത് പെട്ടെന്ന് ചിലപ്പം വങ്ങിപ്പോകും, കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇതൊക്കെ ഇടാനായിട്ട്. അങ്ങനത്തെ അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ മാങ്ങ കഷ്ണങ്ങൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് ഇളക്കിയെടുക്കണം.
ഇപ്പം നമുക്ക് തോന്നും വെള്ളം ഇച്ചിരി കുറവാണല്ലോ എന്ന്. ഒരു 2 ദിവസം ഇരുന്ന് കഴിയുമ്പോഴേക്കും നന്നായിട്ട് വെള്ളമാകുകയെ, അല്ലെങ്കിൽ മാങ്ങ നമ്മൾ ഒരു 5-6 മണിക്കൂർ മുന്നേ അരിഞ്ഞ് ഉപ്പൊക്കെ തിരുമ്മി വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ലൂസായിട്ട് കിട്ടും. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല, 1/2 മണിക്കൂറേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണ് ഇച്ചിരി കുറുകിയിരിക്കുന്നത്. ഇനി കുറച്ചും കൂടെ ഒരു ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കുവാണ്. ഇപ്പോൾ എല്ലായിടത്തും മാങ്ങയുടെ സീസണൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും കുറച്ച് മാങ്ങയൊക്കെ വാങ്ങിച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക കേട്ടോ. പുതിയൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിലേ ലൈക്കും കമൻറ്റും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം. അപ്പോൾ നമ്മുടെ കിടുക്കാച്ചി നല്ല വായിൽ കൊതിയൂറുന്ന അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് കഞ്ഞിയും കൂടെ ഉണ്ടെങ്കിൽ ഈ അച്ചാറും കൂട്ടി നമുക്കങ്ങ് കഴിക്കാം. അപ്പോൾ ഓക്കെ, ബൈ, വീണ്ടും കാണാം.